പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ഇന്തോനേഷ്യൻ ക്ലബ്ബായിട്ടുള്ള പെർസിക് എന്ന ക്ലബിന് വേണ്ടിയാണ് ലൂണ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെർസിക് എന്ന ഒരു ഇന്തോനേഷ്യൻ ക്ലബിന് വേണ്ടിയുള്ള ലൂണയുടെ ആദ്യ മത്സരം ഇന്നായിരുന്നു. അങ്ങനെ ആദ്യ മത്സരത്തിൽ തന്നെ ലൂണ ആ ഒരു ടീമിന് വേണ്ടി ഗോൾ നേടിയിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ലൂണ ഇപ്പോൾ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിലൊന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പോലും ലൂണയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ പെർസിക് എന്ന ഒരു ടീമിന് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ലൂണ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മികച്ച ഫോമിൽ തന്നെ ലൂണ തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിലെ വിദേശ സൈനിങ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. ആദ്യമുണ്ടായിരുന്ന വിദേശ താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ടുപോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയുള്ള താരമായിട്ടുള്ള റൗളിംഗ് ബോർഗസിൽ നിന്നുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്സ് ആരംഭിച്ചത്. അതിനുശേഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ സൈനിങ്സിന്റെ പ്രഖ്യാപനമെല്ലാം പുറത്തുവിട്ടിരുന്നത്. ആദ്യം സൈൻ ചെയ്തിരുന്നത് ജർമ്മൻ യുവതാരമായിട്ടുള്ള മാർലോൺ റോസ് എന്ന താരത്തിനെയായിരുന്നു. അതിനുശേഷം ഫ്രഞ്ച് വിങ്ങറായിട്ടുള്ള കെവിൻ യോക്ക് എന്ന താരത്തിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചു. നോവാസ് ദവയ്ക്ക് പകരമായിട്ടാണ് കെവിൻ യോക്ക് എന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം മത്തിയാസ് ഹെർണാണ്ടസ് എന്ന സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിലിപ്പോൾ അവസാനമായി നടത്തിയിരിക്കുന്ന സൈനിങ് വിക്ടർ ബെർത്തമിയോ എന്ന സ്പാനിഷ് അറ്റാക്കറിന്റെ സൈനിങ് ആണ്. ഇനി 2 വിദേശ സൈനിങ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ സാധിക്കും. നിലവിൽ ഒരു വിദേശ താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് വിദേശ സൈനിങ്ങുകൾ പ്രതീക്ഷിക്കാം. ഇനി ISL പുതിയ സീസൺ ആരംഭിക്കാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മികച്ചൊരു സീസൺ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.